ഇന്നെൻ്റെ വീക്ക് ഓഫായിരുന്നു. വീക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ച ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കുന്ന സ്ഥലം ഒന്ന് ക്ലിയർ ആക്കിയിടാം. ഇനിയിപ്പോൾ അതായിട്ടൊരു കുറവ് വേണ്ട. ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ടൊന്ന് വിരിച്ചിട്ടിട്ട് ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. തലോണൊക്കെ എടുത്ത് മാറ്റി അപ്പുറത്ത് വെച്ചിട്ട് തലോണ കവർ വീണ്ടും ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടി തട്ടി ഒന്ന് കുടഞ്ഞ് വെറുതെ ഒരു എന്താ പറയുക, നമ്മൾ കിടക്കുന്ന സ്ഥലം കുറച്ചൊന്ന് വൃത്തിയായിരിക്കണ്ട. നമുക്കൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു രസം ഉണ്ടാവും, ഒരു നല്ലൊരു ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് തുണി അലക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് പറയുമ്പോൾ അധികമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 2 ടീഷർട്ട് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഡെയിലി കഴുകുന്നതാണ്. എന്നാൽ വലിയ ചെളിയും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. പിന്നെ യൂണിഫോം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊന്നും അധികം അഴുക്കാവണില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ നൈറ്റൊക്കെ എടുക്കുമ്പോൾ മാത്രമല്ല റൂമിൽ മാത്രം ഇടുന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ കുറേ അങ്ങോട്ട് വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്ന് ക്ലീൻ ആക്കിയില്ല കേട്ടോ. പിന്നെ ഇതിൽ പൈപ്പിൽ വെള്ളം വരൽ കുറച്ച് കുറവാണ്. അതൊന്ന് അവരോട് ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണം. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നറിയില്ല. ഇതിപ്പോൾ ഈ വെള്ളം തന്നെ പിടിച്ചു വെച്ചത് കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണത്. അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ഇതിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് അഴുക്കൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കുറേ നിന്നു. പോയോന്നറിയില്ല. എന്നാലും വലിയ അഴുക്കില്ലാത്തതുകൊണ്ട് വലിയ സീനും ഇല്ല. പിന്നെ നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ കഴുകാമെന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് ആദ്യമൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട്. വിഷമമല്ല, നമുക്കതിന് പരിചയമില്ലല്ലോ. അപ്പം ഞാൻ ഈ ഫീൽഡ് വന്നിട്ട് ഇപ്പോൾ 8-9 വർഷമായി. അപ്പോൾ നമ്മളങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ തന്നെ കഴുകുക, പാത്രം കഴുകുക, റൂമൊക്കെ നോക്കുക. ഇപ്പം നമുക്കതൊരു വലിയ സീനില്ലാത്ത പോലെ, വന്ന സമയത്തൊക്കെ ഒരു ജാതി ഒരു ബുദ്ധിമുട്ടുള്ള പോലെയായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നമ്മൾ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ടാസ്ക് ഇനി പറയാനുണ്ടെന്നറിയോ, ഈ നമ്മൾ കഴുകിയ ഈ തുണി ഉണ്ടല്ലോ, ഉണക്കാനായിട്ടൊരു സ്പേസ് ഇല്ല, സ്ഥലമില്ല ഇവിടെ. അപ്പം ഞാനത് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വാഷ്റൂമിലൊന്ന് ഇട്ടിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് റൂമിൽ എവിടെയെങ്കിലും ഫാൻ്റെ ചുവട്ടിൽ തന്നെ ഇടാം. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഇപ്പം അങ്ങനത്തെ ഒരു സൗകര്യക്കുറവുണ്ട്.